പൊടിഞ്ഞ പപ്പടവും കിട്ടാത്ത മീൻ കഷ്ണവും. തുടങ്ങല്ലേട്ടാ, കാര്യം പറയാൻ പറഞ്ഞുപോയി. ഇതിലത്തെ കഥയും കഥാപാത്രങ്ങളുണ്ടല്ലോ, പടായി പോയ ഒരു ഗഡികളായിട്ടൊരു ബന്ധമില്ലാട്ടാ. എന്നാല ഇവിടെ ജീവിച്ചിരിക്കുന്ന സിംട്ടം ഗഡികളായിട്ട് നല്ല ബന്ധമുണ്ട്. ഇത് കാണുമ്പോൾ മറക്കല്ലേട്ടാ. എന്നാ അങ്ങോട്ട് കാഴ്ചയല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ സ്വാസ്ത്രക്കാഴ്ച $750. മാതൃജ്യോതിയുടെ മീറ്റിംഗ് അടുത്ത മാസം 15-ാം തീയതി. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ തവണത്തെ പെരുന്നാൾ നടത്തുന്നത് ഡോൺ ബോസ്കോ ഫാമിലി യൂണിറ്റ് ആയിരിക്കും. ഞാനും കൈക്കാരന്മാരും ഇന്ന് യൂണിറ്റിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നത് ആയിരിക്കും. ഇത് കഴിഞ്ഞ മീറ്റിംഗ് പോലെ തന്നെ ആയില്ലോ. ചായയുടെ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും വരുമായിരിക്കും അല്ലേ? ശരിയാ, അവസാനം കയറി വരും, വലിയ കാര്യങ്ങൾ പറയുകയും ചെയ്യും. വല്ല ഗുണവും ഉണ്ടോ? അതുമില്ല. എവിടെ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച? പള്ളി കണ്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുർബാനയായിരുന്നു. ഓ, എന്നാ ചെയ്യാനാ, എല്ലാ ഞായറാഴ്ചയും എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകത്തില്ലയോ? ഏതായാലും നമ്മുടെ ഫണ്ട് റൈസിംഗ് ഒക്കെ എന്തിനാ? നമ്മുടെ പള്ളിക്ക് വേണ്ടിയല്ലേ. അല്ല പിന്നെ പള്ളിക്ക് വിടുന്ന വരുമാനം അതിന് ആരെങ്കിലും ഒക്കെ ഓഫർ കൊടുക്കാറുണ്ടോ? ചിലപ്പോ 10-20 പേര് കൊടുക്കുന്നുണ്ടാവും. അത് അവരുടെ നല്ല മനസ്സുകൊണ്ട്. ആ, അത് ശരിയാ. അടുത്ത പ്രാവശ്യം തുടങ്ങി ഏത് വാർഡിന്റെ കുർബാനയ്ക്കും ഞാനുണ്ടാവും. ആ, എല്ലാവരും വന്നോ? എന്നാ നമുക്ക് തുടങ്ങാം. എനിക്ക് 2 വാർഡ് മീറ്റിങ്ങിന് കൂടെ പോകാനുള്ളതാ. 80 പേര് വരേണ്ട സ്ഥലത്ത് 8 പേര് വന്നിട്ടുണ്ട്. തൽക്കാലം ഇത് വെച്ച് തുടങ്ങാം. ഏതായാലും നമുക്ക് മീറ്റിംഗ് തുടങ്ങിയാലോ? അപ്പോ അജണ്ട ഒന്ന് വായിക്കൂ. നമ്മുടെ മലയാളം നല്ലല്ലോ ഇത്. അജണ്ട വേറെ ഒന്നുമല്ല, പെരുന്നാൾ എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ചാണ്. ഇത്തവണത്തെ പെരുന്നാള് അത് കലക്കണം. കലക്കാനായിട്ട് ഇതെന്താ, പെയിന്റിന്റെ പാട്ടെങ്ങാനാ? എടോ, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും തമാശ പറയും. ഇതുപോലെ ചളി പറയാതെ. അതൊരു വാർഡ് മീറ്റിംഗ്. നീ സ്റ്റാൻഡേർഡ് ഒന്നും പറയണ്ട, നിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ ഞങ്ങൾക്കറിയാം. ഒന്ന് നിർത്ത്. പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോഴാ. പെരുന്നാളിന് പാട്ട് കുർബാന, പ്രദക്ഷിണം, വെടിക്കെട്ട്, ഗാനമേള, നാടകം, പിന്നെ സിനിമാറ്റിക് ഡാൻസ്. പിന്നെ സർക്കസ്, കിലുക്കുത്ത്, അത് കഴിഞ്ഞ് കൂട്ടത്തല്ല്. എന്താ പറഞ്ഞേ? ഡാൻസോ? ആ പേക്കൂത്തൊന്നും ഇവിടെ വേണ്ട. അതെന്താ? അല്ല, സിനിമാ നടി വരണുണ്ടോ? ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. കണ്ട അവന്റെ കയ്യിലിരിപ്പ് കണ്ടോ? നില്ല്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പെരുന്നാളുടെ കാര്യം എന്തായി? അതെന്ത് ചെയ്യാനാ? കുർബാന പിന്നെ പ്രദക്ഷിണം. പെരുന്നാളിന് പറഞ്ഞ ആഘോഷമായിട്ട് നടത്തേണ്ട കാര്യ, കുർബാന മാത്രം പോരാ. ഇതൊക്കെ ഒരു മിതമായിട്ട് നടത്തിയ പോരെ? ഭക്തിയല്ലേ കൂടുതൽ വേണ്ടത്, ഷോ ഓഫ് ഒന്നല്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് കിട്ടിയത് പൊടിഞ്ഞ പപ്പടം, പിന്നെ മീൻ കഷ്ണോട്ട് കിട്ടിയ പോലും. ഈ തവണ ഞാൻ സമ്മതിക്കാം. ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് പ്രശ്നം ഉണ്ടാകും. പള്ളി തുടങ്ങിയ കാലം മുതലുള്ള സീനിയർ മെമ്പറാണ്. അപ്പൊ അതാണോ നിന്റെ പ്രശ്നം? പൊടിഞ്ഞ പപ്പടവും കിട്ടാത്ത മീൻ കഷ്ണവും. അതെന്താടാ, അതൊരു പ്രശ്നമല്ലേ? പപ്പടം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, പൊടിക്കാനും പൊട്ടിക്കാനും. അതെന്താ ഒരു ഭീഷണി? അല്ല പിന്നെ, ഒരു കാര്യത്തിനും വരെയുമില്ല, എല്ലാത്തിനും മുമ്പിൽ നിൽക്കുകയും വേണം. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ തീരുമാനിച്ചത് നിനക്കെന്താ? ചൊറിയണ വർത്താനം പറഞ്ഞ ഒരു തേപ്പിയമ്മച്ചേരി. ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ആദ്യം ഞാൻ പറഞ്ഞതിന് ഒരു തീരുമാനമായിട്ട് മതി. എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് തീരുമാനിക്കും, അത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അതങ്ങ് താൻ ഓൾറെഡി ഒന്ന് പറഞ്ഞാൽ മതി. അവന്റെ ഒരു ഫോട്ടോ പിടുത്തം, ക്യാമറയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോളും. ഇവൻ ആരാ ഈ ഇടവകയിൽ നിശ്ചലോ? ഇവൻ പള്ളി അടങ്ങിയിരുന്ന് കുർബാന കൂടുന്നത് കണ്ടിട്ട് എനിക്ക് ചത്താ മതി. ചേട്ടാ, നിങ്ങളുടെയൊക്കെ തനി സ്വരൂപം നാട്ടുകാരൊന്ന് കണ്ടോട്ടെ. ആദ്യം ഇവനെ തല്ലി ഓടിക്കണം, അല്ല ഇന്ന് വൈകിട്ട് ഇതെല്ലാം ഫേസ്ബുക്കിൽ വരും. നിങ്ങളെക്കാളും ഭേദം പിള്ളേരാ. അച്ഛൻ പറഞ്ഞതാ ശരി. ഓ, അച്ഛൻ എന്തു പറഞ്ഞാലും എല്ലാത്തിനും മണിയടിക്കാൻ ഒരുത്തൻ. അത് നിനക്കെന്താ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്നാ അത് കണ്ടിട്ടേ ഉള്ള കാര്യം. വാടാ. നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. ഞങ്ങളോടാണ് നിന്റെ കളി.
Uncle, can we get some funds for the youth activities? ഫണ്ട് അനുവദിക്കാനോ? ഇതെന്താ നോട്ടടിക്കുന്ന മെഷീനാ ഇവിടെ? ആദ്യം പോയി ഫണ്ട് ഉണ്ടാക്കിട്ട് വാ. നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. മിണ്ടാ അവിടെ എങ്ങനെ ഇല്ലടാ. വെറുതെ എന്നാ തന്നെ ചൂടാന്ന് അങ്കിളെ. എന്നാ PPP. Hey man, what is this PPP? അതോ പോടാ പോയി പണി നോക്കടാന്ന് പറഞ്ഞ ഇയാൾക്ക് യൂത്ത് കേട്ട കുരിശ് കണ്ട് പിശാശ് പോലെയാ. ഇനി മറ്റവന്മാര് പോയിട്ട് എന്തെടുക്കുന്നെന്ന് അറിയത്തില്ല, ഓർത്തിട്ട് തന്നെ പേടിയാകുന്നു. ചേട്ടാ ഒന്ന് ഒപ്പിടാമോ? ഇവിടെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴാ നിങ്ങളുടെയൊക്കെ ഒരു OPDP. അപ്പൊ നമുക്ക് പെരുന്നാളിന് ഒരു സ്ലൈഡ് ഷോ നടത്തിയാലോ? തുടങ്ങി സ്ലൈഡ് ഷോ. നീയല്ലേ കുർബാനയ്ക്ക് റോങ് സൈഡ് ഇട്ട് അച്ഛന്റെ ഹോംലി കുളവാക്കിയത്? കുർബാന തുടങ്ങുമ്പോഴേ ഇവൻ ടൈപ്പിംഗും തുടങ്ങും. നീ എന്താ കുർബാനയുടെ മിനുസ് ഉണ്ടാക്കണല്ലോ? പാട്ടുകുർബാനും പ്രദർശനമൊക്കെ എല്ലാ കൊല്ലം ചെയ്യണ പോലെ തന്നെ. ആകെ തീരുമാനം എടുക്കേണ്ടത് കലാപരിപാടികളും ഭക്ഷണവും. അയ്യോ, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ അങ്ങനെ പൈസ ഉണ്ടോ? അതിനല്ലേ പള്ളിയിലെ കാശ് മുഴുവൻ, അതെടുത്തങ്ങ് മുടക്കണം. അത് പറ്റില്ല. അത് ഈ ഇടവകയുടെ പള്ളി മേടിക്കാനുള്ള പൈസയാണ്, അല്ലാതെ നിങ്ങൾ തരുന്ന പൈസ മാത്രമല്ല. ചെലവുകളെല്ലാം വിശ്വാസികൾ തരുന്ന ഓഫർ കൊണ്ടാണ് നടക്കുന്നത്. അതെങ്ങനെ ശരിയാന്നേ? പള്ളിയിൽ ആള് വരണേലേ അവർക്ക് എന്തേലും കൊടുക്കണം. ആളുകൾ പള്ളിയിൽ വരുന്നത് പ്രാർത്ഥിക്കാനും കുർബാനും കൂടാനുമാണ്, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല. എന്നാ നമുക്കൊരു ഫുഡ് സ്റ്റാൾ ഇട്ടാലോ? തുടങ്ങി ഒരു ഫുഡ് സ്റ്റോള്. നാലാളെ കണ്ടാൽ അപ്പോൾ തന്നെ കൂപ്പൺ ബുക്ക് എടുത്ത് ഇറങ്ങിക്കോളും. പിടിച്ചു നിർത്തി കാശും മേടിക്കും. അല്ലെങ്കിൽ അപ്പൊ ലേലംവിളി തുടങ്ങും. നിന്നെ കണ്ടാലേ സ്റ്റാനിയും സാബിനും താജിയും ഈ സബർബ് വിട്ടോടും. അവന്റെ ഒരു ഫുഡ് സ്റ്റോള്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ പറഞ്ഞോ. നമുക്കൊരു ചെറിയ നാടകം നടത്താം, പിന്നെ ഭക്ഷണം കൊടുക്കാം, ഭക്ഷണത്തിന് പിരിവും നടത്താം. പൈസയൊന്നും പിരിക്കാൻ പറ്റത്തില്ല. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? കയ്യിലിരിക്കുന്ന പൈസ എല്ലാം എടുത്ത് ചെലവാക്കിയ പിന്നെ നമുക്ക് പള്ളി മേടിക്കേണ്ട സമയം വരുമ്പോ എവിടെ പോകും? എന്നാ എന്നെ വേണേലും ചെയ്യേ. എന്തൊക്കെയാ അവിടെ വാർഡ് മീറ്റിംഗ് നടക്കണത്? വല്ല തീരുമാനം ഉണ്ടാവോ? മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ എന്നെ പറ്റി തമ്പാനെ? എടാ, അവരെന്റെ കഴുത്തെ പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കി. എന്നെ അവന്മാർ അടിച്ചു ഓടിച്ചടാ. നീ എന്ത് തേങ്ങ ചോദിച്ചത്? നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അവന്മാർക്കിട്ടൊന്ന് കൊടുക്കാൻ നോക്കിയിരിക്കായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇവരെ തൊടറാ. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ തൊട്ടു നോക്കടാ. നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടല്ലേ? മറ്റുള്ളവരുടെ സേഫ്റ്റിയെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ? നീ നിന്റെ സേഫ്റ്റിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എല്ലാവരും ശാന്തരാകും. നിങ്ങളാണ് ഇടവകയുടെ ആൾക്കാർക്ക് മാതൃകയാവേണ്ടത്. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇടവക വിട്ടുപോകും. നിങ്ങളെല്ലാവരും നാളെയും ഇവിടെ ഉണ്ടാകും. നമുക്ക് വേണ്ടത് സ്വന്തമായ ഒരു പള്ളിയാണ്. അതിനുവേണ്ടി എല്ലാവരും തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് തരുന്ന പൈസയാണ് നമ്മുടെ മുതൽക്കൂട്ട്. അതെടുത്ത് ചെലവാക്കിയാൽ പള്ളി മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പള്ളി കെട്ടുവാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ചെലവുകൾക്ക് നമ്മൾ തന്നെ പൈസ കണ്ടെത്തണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ മുന്നിൽ തടസ്സമല്ല. ശരിയാ, നമ്മൾ എന്തിനാ ചുമ്മാ വഴക്കൂടുന്നു? അപ്പോൾ പതിവ് പോലെ ആഘോഷമായ പാട്ടുകുർബാന, പ്രദക്ഷിണം, നേർച്ച, കലാപരിപാടികൾ. സ്നേഹവിരുദ്ധനായി ചെറിയൊരു പിരിവ്. ബാക്കി വരുന്നതെല്ലാം പള്ളിയുടെ ഫണ്ടിലേക്ക്. എടാ, അപ്പൊ എന്റെ മീൻ കഷ്ണോ? בקרוב תזרח השמש, נדע ימים יפים מאלה, הלב נלחם בדאגות. כולם יחזרו הביתה, נחכה להם למטה, הלוואי נדע בשורות טובות. עם ישראל חי
לא נשכח תמיד להיות מאוחדים